ഹലോ മക്കളെ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമ്മൾ എക്സാം സീരീസ് ആയിട്ട് വീണ്ടും വന്നേക്കാണ്. എന്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കണ്ടോ? നമ്മളുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ചെറിയൊരു നോട്ട് ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് പഠിക്കാം? മോർഗൻ 3 ലോസാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. നമ്മുടെ ലോ ഓഫ് ഡോമിനൻസും അതുപോലെ തന്നെ ലോ ഓഫ് സെഗ്രിഗേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ ലോ ആണ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. When two pairs of traits are combined in a hybrid, segregation of one pair of parental character is independent of the other parental pair in the character. അതായത് നമുക്കറിയാം ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന ഒരു ഇത് കിട്ടിയില്ലേ നമുക്ക്, ആ ഒരു ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ നമ്മുടെ F1 പ്രോജനി കിട്ടുകയാണ്. ഇനി ഇതിൽ നിന്നുള്ള ഗ്യാമേറ്റ്സ് എങ്ങനെ ഉണ്ടാവും? ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഒരു ഗ്യാമേറ്റ് ഉണ്ടാവും, സ്മോൾ ടി എന്ന് പറയുന്ന ഒരു ഗ്യാമേറ്റ് ഉണ്ടാവും അല്ലേ. ഒന്നൊന്നിനായിട്ട് എന്തല്ല, ഡിപ്പെൻഡ് ചെയ്തല്ല. ഈ ടി പോയാൽ മാത്രമേ സ്മോൾ ടി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എന്താണ് സ്മോൾ ടി പോയാൽ മാത്രമേ ടി ഉണ്ടാവുള്ളൂ, അങ്ങനെയുള്ളൊരു കണ്ടീഷൻ നമ്മൾ പറയുന്നില്ലല്ലോ. ഇവർ രണ്ടും എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് എന്താവുന്നത്, ഗ്യാമേറ്റ്സിൻ്റെ ഫോർമേഷനിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യമാണ് എന്ത്, ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റിൽ പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകാം. യെസ്, ഇനി വരുന്ന ഒരു സംഭവമാണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. അതായത് നമ്മുടെ മെൻ്റലിൻ്റെ കാലഘട്ടം ഇതോടുകൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും അതോടെ തന്നെ എന്താണ് നമ്മുടെ സ്ലൈഡിലും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മോർഗൻ കഴിഞ്ഞിട്ട് കുറച്ച് സയൻറ്റിസ്റ്റുകൾ വന്നായിരുന്നു, അവരുടെ പേര് നോക്കാം കേട്ടോ. അപ്പോൾ അത് ആരൊക്കെയാണെന്ന് നോക്കിയാലോ. അതായത് റീഡിസ്കവറി ഓഫ് മെൻ്റലിസം. നമ്മുടെ 3 സയൻറ്റിസ്റ്റുകളാണ് വരുന്നത്. ഒന്ന് ഹ്യൂഗോ ഡീവ്രിസും അതുപോലെ തന്നെ കാൾ കൊറൻസും അതുപോലെ തന്നെയാണ് നമ്മുടെ വോൺ ടെച്ച്മാർക്കും. അപ്പോൾ ഇവർ 3 പേരും കൂടിയും എന്ത് കണ്ടുപിടിക്കുകയാണ്, നമ്മുടെ ഇൻഡിപെൻഡൻ്റ്ലി റീഡിസ്കവേർഡ് ദ മെൻ്റൽസ് ഫൈൻഡിങ്സ് ഓൺ ദ ഇൻഹെറിറ്റൻസ് ഓഫ് ക്യാരക്ടേഴ്സ്. അതായത് മെൻ്റൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഇവരും 3 സ്ഥലങ്ങളിലായിട്ട് എന്താണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്ത് അതുപോലെ തന്നെയാണെന്ന് കണ്ടെത്തുകയാണ് കേട്ടോ. ഇനി ബൈ ദിസ് ടൈം ഡ്യൂ ടു ദ അഡ്വാൻസ്മെൻറ്റ് ഇൻ മൈക്രോസ്കോപ്പി ദ സയൻറ്റിസ്റ്റ് കുഡ് കെയർഫുള്ളി ഒബ്സർവ് ദ സെൽ ഡിവിഷൻ. അപ്പോഴായപ്പോഴത്തേനും അല്ലേ മോർഗൻ എന്താണ് നമ്മുടെ ജീൻസിനെല്ലാം ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അത് കഴിഞ്ഞ് എന്താണ് പുരോഗതി നമ്മൾ പ്രാപിക്കുകയാണ് നമ്മുടെ സയൻസിലൊക്കെ. എന്നിട്ട് അങ്ങനെ നമ്മുടെ മൈക്രോസ്കോപ്പ് കണ്ടുപിടിക്കുകയാണ്. മൈക്രോസ്കോപ്പിലൂടെ എന്താണ് അവർക്ക് സെൽ ഡിവിഷൻ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റി. സെൽ ഡിവിഷനിൽ പങ്കെടുക്കുന്നത് ആരാണ്? മേജറായിട്ടും നമ്മുടെ ക്രോമസോം ആണ് അല്ലേ. അങ്ങനെ എന്ത് ചെയ്യാണ്, നമ്മുടെ ക്രോമസോമിൻ്റെ കണ്ടെത്തലുകളിലേക്ക് അല്ലെങ്കിൽ ആ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ടേം മാറ്റി നമ്മുടെ ക്രോമസോം എന്ന് എഴുതാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ പഠിക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. യെസ്, ദിസ് ലീഡ് ടു ദ ഡിസ്കവറി ഓഫ് സർട്ടൈൻ സ്ട്രക്ചേഴ്സ് ഇൻ ദ ന്യൂക്ലിയസ് ദാറ്റ് അപ്പിയർഡ് ഇൻ ഡബിൾ ആൻഡ് ഡിവിഷൻ അല്ലെ ഡിവൈഡ് ജസ്റ്റ് ബിഫോർ ദ സെൽ ഡിവിഷൻ. അതായത് എന്താണ് സെൽ ഡിവിഷൻ മുൻപ് എന്താണ് ഇരട്ടിക്കുന്ന ഒരു പ്രതിഭാസം കാണിക്കാറില്ല ഇവർ. അത് കഴിഞ്ഞിട്ട് ഇവർ സെൽ ഡിവിഷനിൽ വെച്ചിട്ട് എന്താണ് ഡിവൈഡ് ചെയ്ത് ഈക്വൽ ആയിട്ട് മാറിപ്പോവാണ്. അപ്പോൾ ഇത്തരം ആൾക്കാരെ എന്ത് വിളിക്കുകയാണ് ഇവർ? ക്രോമസോമാണ് ഇത് ഇവരെന്ന് കണ്ടെത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ് ഈ ഒരു ക്രോമസോമിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കളേർഡ് ബോഡീസ് എന്നാണ്. കാരണം എന്താണ് സ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ക്രോമസോംസ് എന്തായിട്ട് കാണാൻ പറ്റും? കളേർഡ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ 3 സയൻറ്റിസ്റ്റുകളുടെ പേരൊന്ന് പഠിക്കുക, എന്താണ് അവർ കണ്ടെത്തിയെന്നും പഠിച്ചുകൊണ്ട് പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. യെസ്, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾക്കാരാണ് ആര്? നമ്മളുടെ വാർട്ടർ സട്ടൺ അതുപോലെ തന്നെ തിയോഡോർ ബോവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ 2 പേരുടെയും കണ്ടെത്തലുകളാണ് എന്ത് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതാണ് മക്കളെ നമ്മുടെ മെൻ്റൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ലോസ്. നമുക്ക് അതൊന്ന് നോക്കിയാലോ സർ? നെക്സ്റ്റ് സ്ലൈഡ്. അതായത് എന്താണ് ജീൻസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ആർ ലൊക്കേറ്റഡ് ഓൺ ദ ക്രോമസോം ഇൻ എ ലീനിയർ ഓർഡർ. നമ്മുടെ ക്രോമസോമിൽ ലീനിയർ ഓർഡറിലാണ് നമ്മുടെ ജീൻസ് എല്ലാം എന്ത് ചെയ്തിരിക്കുന്നത്, അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദ ക്രോമസോം ആസ് വെൽ ആസ് ദ ജീൻസ് ഒക്കർ ഇൻ പെയേഴ്സ്. ദേ ആർ ദ കാരിയേഴ്സ് ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ. അതും 2ാമത്തെ പോയിന്റ് ആണ്. അതായത് എന്താണ് പറയുന്നത്, ഈ ജീൻസും അതുപോലെ തന്നെ ക്രോമസോംസും പെയർ ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ അവരെയാണ് നമ്മൾ എന്ത് പറയുക, നമ്മുടെ ജെനറ്റിക് മെറ്റീരിയൽ ആയിട്ട് പറയുന്നത്. ഇനി ദ 2 alleles of a gene pair are located on the homologous chromosomes on homologous loci അല്ലേ. അതായത് നമ്മൾ പറഞ്ഞു എന്താണ് ഒരു ജീനിന് 2 അല്ലീലുകൾ ഉണ്ടെങ്കിൽ ആ 2 അല്ലീലുകളും എവിടെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, നമ്മുടെ ഹോമോലോഗസ് ക്രോമസോംസിൽ ഹോമോലോഗസ് ലോസയിൽ അല്ലേ. അതായത് ഈക്വൽ സ്ഥലത്തായിരിക്കും, സെയിം സ്ഥലത്ത് തന്നെയായിരിക്കും ഈ 2 പെയർ ഓഫ് അല്ലീൽസ് ഇരിക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഇനി ബോത്ത് മെമ്പർ ഓഫ് എ ഹോമോലോഗസ് പെയർ ഓഫ് ക്രോമസോംസ് segregate out into different gametes during meiosis independent of each other.
നമ്മുടെ ഗ്യാമേറ്റ് ഫോർമേഷൻ്റെ സമയത്ത് അല്ലേ, അതായത് നമ്മുടെ മിയോസിസ് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഇവർ എന്താണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആണ് നമ്മുടെ ഗ്യാമേറ്റ്സിലോട്ട് കയറുന്നത്. ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻ്റ് ആണ് കേട്ടോ ഈ ഒരു ചെറിയ സെൻറ്റൻസിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിൽ വരണേ. എൻ്റെ മക്കൾ എന്തായാലും പഠിച്ചിട്ട് വേണം ചോദിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്ലൈഡിലോട്ട് പോവാം. യെസ്, ഇനി എന്താണ് നമ്മൾ അങ്ങനെ അവർ സട്ടനെയും ബോവറിയുടെ ഒക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സയൻറ്റിസ്റ്റ് ആണ് നമ്മുടെ സ്വന്തം മോർഗൻ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആരെയാണ്, നമ്മുടെ ഗ്രിഗർ മെൻഡലൊക്കെ ഒരു പ്ലാന്റിലാണ് അല്ലേ നമ്മൾ വർക്ക് ചെയ്തിരുന്നത്. പക്ഷേ നമ്മുടെ സ്വന്തം നമ്മുടെ അടുക്കളയിൽ കാണുന്ന സ്ഥിരം അന്തരവാസിയായ നമ്മുടെ കായ്ച്ചയിലെ ഒരു കുഞ്ഞി പ്രാണി, അതിൽ എക്സ്പെരിമെൻ്റ് നടത്തി എന്താണ് നമ്മുടെ മെൻഡൽ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ ശരിയാണ്. എന്തുകൊണ്ടാണ് പാരൻറ്റിൻ്റെ ചില സ്വഭാവങ്ങൾ നമ്മൾ കാണിക്കാത്തത്, അല്ലെങ്കിൽ അവരുടെ ഇല്ലാത്ത പല സ്വഭാവങ്ങളും നമ്മൾ കാണിക്കുന്നതിന് കാരണം എന്താണ്, ഇതെല്ലാം സയൻറ്റിഫിക് ആയിട്ട് കണ്ടെത്തി അതിനൊരു എന്താണ് എക്സ്പ്ലനേഷൻ കൊടുത്ത ആളാണ് നമ്മുടെ സ്വന്തം ഗ്രിഗർ അല്ല തോമസ് ഹണ്ട് മോർഗൻ എന്ന് പറയുന്നത്. അപ്പോൾ മോർഗൻ്റെ എക്സ്പെരിമെൻ്റ് ചെയ്തതായിരുന്നു നമുക്ക് നോക്കിയാലോ സാർ, അടുത്ത സ്ലൈഡ്. നമ്മുടെ സ്വന്തം ഡ്രോസോഫില മെലനോഗാസ്റ്റർ എന്ന് പറയുന്ന ഫ്രൂട്ട് ഫ്ലൈയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പെരിമെൻറ്റ് നോക്കുക. എന്നിട്ട് ഇദ്ദേഹം എന്ത് കണ്ടുപിടിക്കാനാണ്, ഡിസ്കവറി ഓഫ് ദ ബേസിസ് ഫോർ ദ വേരിയേഷൻ കോസ്ഡ് ബൈ ദ സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി എന്താണ് പ്രോജനീസിൽ കുറേ വേരിയേഷൻസ് വരുന്നുണ്ടല്ലേ. അതായത് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും ചില ക്യാരക്ടേഴ്സ് നമ്മൾ കാണിക്കും, പക്ഷേ അവരുടെ ഏരിയയിൽ കൂടിയും പോവാത്ത ക്യാരക്ടേഴ്സ് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു വേരിയേഷൻ വരുന്നതിനൊക്കെ എന്ത് ചെയ്യാണ്, ഇദ്ദേഹത്തിൻ്റെ പരീക്ഷണത്തിലൂടെ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. യെസ്, അതായത് ലിങ്കേജ് എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസമാണ് ഈ ഒരു വേരിയേഷന് കാരണം എന്ന് ആര് പ്രസ്താവിക്കുകയാണ്, നമ്മളുടെ മോർഗൻ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻസിലൂടെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അത് നോക്കാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഇനി എന്തുകൊണ്ടാണ് ഈ ഡ്രോസോഫില മെലനോഗാസ്റ്റർ യൂസ് ചെയ്തത് അല്ലേ, പൈസൺ സറ്റൈവം യൂസ് ചെയ്തപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ നമ്മുടെ മെൻഡലിനുണ്ടായ നേട്ടങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്തുകൊണ്ടാണ് നമ്മുടെ ഫ്രൂട്ട് ഫ്ലൈനെ ഇദ്ദേഹം സെലക്ട് ചെയ്തതെന്ന് നോക്കുവാണെങ്കിൽ ഈസി ടു ഗ്രോ ഓൺ സിമ്പിൾ സിന്തറ്റിക് കൾച്ചർ മീഡിയം, ഈസിയാണ് അവരെ ഗ്രോ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ലൈഫ് സൈക്കിൾ വളരെയധികം ഷോർട്ടാണ്. ഇനി എന്താണ്, സിംഗിൾ മീറ്റിംഗ് പ്രൊഡ്യൂസേഴ്സ് ലാർജ് നമ്പർ ഓഫ് പ്രോജനി, ഒരു സിംഗിൾ മീറ്റിങ്ങിലൂടെ എന്താണ് കുറേ നമ്പർ ഓഫ് പ്രോജനീസിനെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഈ ഡ്രോസോഫില മെലനോഗാസ്റ്ററിന് പറ്റുന്നുണ്ട്. ഇനി ക്ലിയർലി വിസിബിൾ സെക്ഷൽ ഡൈമോർഫിസം അല്ലെ, അതായത് മെയിൽ ഫ്ലൈനെയും ഫീമെയിൽ ഫ്ലൈനെയും എന്താണ് ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇറ്റ് ഹാസ് മെനി ടൈപ്സ് ഓഫ് ഹെറിഡിറ്ററി വേരിയേഷൻസ് ഇൻ ദാറ്റ് ക്യാൻ ബി സീൻ വിത്ത് ലോ പവർ മൈക്രോസ്കോപ്പ്, അതായത് ചെറിയ എന്താണ് പവറുള്ള മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാലും എന്താണ് അവരുടെ ആ ഒരു വ്യത്യാസങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയിലും എന്താണ് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടെത്താനായിട്ട് പറ്റില്ല. അപ്പോൾ അതും അദ്ദേഹത്തിന് ഒരു പ്ലസ് പോയിന്റ് ആണ്. അതുപോലെ തന്നെ ആകെ എത്ര പെയർ ഓഫ് ക്രോമസോംസ് ഉള്ളൂ, 4 പെയറോ. നമ്മളൊക്കെ 23 പേരും കൊണ്ടാണ് നടക്കുന്നത്, ഇവർക്ക് ആരേ ഉള്ളൂ ആകെ 4 പെയർ ഓഫ് ക്രോമസോംസ്, അതായത് 8 ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് നമ്മുടെ കായ്ച്ചനെ ഇദ്ദേഹം ഉപയോഗിക്കാനുള്ള കാരണങ്ങൾ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഇതൊന്നും നോക്കിയിട്ട് പോവാം. നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഇനി ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, എന്തായാലും ചോദിച്ചിരിക്കും ലിങ്കേജ് അല്ലേ. നമ്മൾ പറഞ്ഞു സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ എന്ത് സംഭവിക്കുകയാണ്, നമ്മുടെ F1 പ്രോജനിയിൽ കുറച്ച് വേരിയേഷൻസ് ഒക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ അതിന് എന്താണ് നമ്മുടെ മോർഗൻ പറഞ്ഞു കൊടുത്ത കാരണമാണ് ലിങ്കേജ് കൊണ്ടാണ് എന്ത് വരുന്നത്, ഇങ്ങനെയുള്ള ഒരു വേരിയേഷൻസ് സംഭവിക്കുന്നത്. അപ്പോൾ ദ ഫിനോമിനൻ വേർ 2 or more genes are presented together on the same chromosomes and remains together without segregation in the time of gamete formation is called linkage. അതായത് അടുത്തടുത്തിരിക്കുന്ന ആൾക്കാർ നമ്മുടെ എന്താണ് ഗാമേറ്റ് ഫോർമേഷൻ്റെ സമയത്ത് എന്ത് ചെയ്യില്ല, വിട്ട് പോകത്തില്ല, അവരെന്താണ് ഒരുമിച്ചേ പോകത്തുള്ളൂ. അങ്ങനെ ഒരുമിച്ച് പോകുമ്പോൾ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് ആ 9:3:3:1 എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നില്ലേ ഡൈഹൈബ്രിഡൈസേഷനിൽ, ആ റേഷ്യോ ഒന്നും കിട്ടില്ല, എല്ലാം മാറിപ്പോകും കേട്ടോ. അപ്പോൾ അതാണ് എന്ത് ലിങ്കേജിനുള്ള കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ അതായത് മക്കളെ, അതായത് നമ്മളുടെ ഒരു ക്രോമസോമിൽ ഇതൊരു ക്യാരക്ടർ കാണിക്കുന്ന ജീനാണ്, ഇത് വേറൊരു ക്യാരക്ടറിനെ കാണിക്കുന്ന ജീനാണെന്ന് വിചാരിക്കുക. ഇവർ രണ്ടും ഒരുമിച്ച് ഇരിക്കുന്നുണ്ടാവുക. ഗാമേറ്റ് ഫോർമേഷൻ്റെ സമയത്ത് ഇവിടെ വെച്ചിട്ട് അവരൊരിക്കലും സെപ്പറേറ്റഡ് ആയിട്ട് പോകത്തില്ല, ഇവരെപ്പോഴും എന്ത് ചെയ്യുള്ളൂ, ഒന്നിച്ചാ പോകത്തുള്ളൂ കേട്ടോ. അതായത് നമ്മളുടെ എന്താണ് നമ്മുടെ ടീച്ചേഴ്സ് വയ്ക്കുന്ന ഒരു റൂമുണ്ടല്ലോ, യെസ്, സ്റ്റാഫ് റൂമിലോട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ സ്വന്തം കൂട്ടുകാരനെ കൂട്ടിയല്ലേ പോവുള്ളൂ അല്ലേ, ചങ്കിനെ നമ്മൾ ഒറ്റക്കാക്കോ ഇല്ല. അതുപോലെ തന്നെ ഇവരും ഗാമേറ്റ് ഫോർമേഷൻ്റെ സമയത്ത് ഒരുമിച്ചേ പോകത്തുള്ളൂ. അതുകൊണ്ട് എന്താണ് അത്രയും ഗാമേറ്റ്സ് നമ്മൾ നേരത്തെ മോണോ ഹൈബ്രിഡൈസേഷനും ഡൈഹൈബ്രിഡൈസേഷനും പറഞ്ഞ അത്രയും ടൈപ്പ് ഓഫ് ഗാമേറ്റ്സ് ഒന്നും ഇവിടെ ലിങ്കേജ് കാരണം ഉണ്ടാവില്ല. അപ്പോൾ അത് ആണ് എന്ത് സെക്ഷൽ റീപ്രൊഡക്ഷൻ കഴിഞ്ഞ് വരുന്ന പ്രോജനീസിൽ പാരൻറ്റിൻ്റെ അതേ ഗുണങ്ങൾ കാണിക്കാണ്ട് വേറെ കുറച്ച് വേരിയേഷൻസ് വരാനുള്ള കാരണമായിട്ട് നമ്മുടെ മോർഗൻ കണ്ടെത്തിയത് കേട്ടോ. ഇനി ഓൾ ജീൻസ് പ്രസന്റ് ഓൺ ദ സെയിം ക്രോമസോം ആർ സെഡ് ടു ബി ലിങ്കഡ് ആൻഡ്
ബിലോങ്ങിങ് ടു ദ സെയിം ലിങ്കേജ് ഗ്രൂപ്പ്. അതായത് എന്താണ്, ഒരു ക്രോമസോമിൽ എന്താണ് 2 ക്യാരക്ടേഴ്സ് അടുത്തിരിക്കുകയാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ലിങ്കഡ് ജീൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ലിങ്കേജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ലിങ്കേജ്, ഇവരൊന്നായിട്ടേ പോകത്തുള്ളൂ, ഇവരൊറ്റ ഗ്രൂപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഇനി ലിങ്കേജ് കോസസ് ഡീവിയേഷൻ ഫ്രം ദ 9:3:3:1 റേഷ്യോ അല്ലേ. ഇവരിങ്ങനെ ഒരുമിച്ച് പോവുകയാണെങ്കിൽ 6ന്റെ ഒപ്പം മാത്രമേ വൈ പോകത്തുള്ളൂ, ക്യാപിറ്റൽ വൈ പോകത്തുള്ളൂ. അങ്ങനെയൊക്കെ കണ്ടീഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും, ഇതൊന്നും ഉണ്ടാവില്ല. ഈ ഒരു റേഷ്യോ നമുക്ക് എന്ത് കിട്ടില്ല, ഡൈഹൈബ്രിഡൈസേഷനിൽ കിട്ടുന്നില്ല എന്നാണ് കേട്ടോ പറയുന്നത്. ഇതൊന്നും മനസ്സിലായില്ലെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, വേഗം പോയിട്ട് നമ്മുടെ ലോങ് വീഡിയോസ് കാണാം കേട്ടോ. വന്നിട്ടും കത്തിയില്ലെങ്കിൽ എന്തായാലും ഒന്ന് ചോദിച്ച് ഉറപ്പാക്കിയിട്ട് വേണം പോവാം. ഇനി ഡ്രോസോഫില നോക്കുകയാണെങ്കിൽ ഡ്രോസോഫിലേക്ക് നമ്മൾ പറഞ്ഞു 4 പെയർ ഓഫ് ക്രോമസോംസ് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇറ്റ്സ് ഗ്യാമീറ്റ്സ് ഹാസ് 4 ക്രോമസോംസ് അല്ലേ. 4 ക്രോമസോം അവരുടെ ഗ്യാമീറ്റ്സിലും കാണത്തുള്ളൂ. Therefore it has 4 ലിങ്കേജ് ഗ്രൂപ്പ്. അപ്പോൾ അവർക്ക് എത്ര ലിങ്കേജ് ഗ്രൂപ്പ് ഉണ്ട്, 4 ലിങ്കേജ് ഗ്രൂപ്പ് ഉണ്ട്. 4 പെയർ ഉണ്ട്, 4 ക്രോമസോം ഉണ്ട്, 4 ലിങ്കേജ് ഗ്രൂപ്പാണ് അവർക്കുള്ളത്. ഇനി ഹ്യൂമൻസിന് എത്രയാണ്, നമ്മൾ പറഞ്ഞു അല്ലേ, അവർക്ക് 4 ആണെങ്കിൽ നമ്മൾ 23 പെയർ ആയിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ഗ്രൂപ്പ് ഉണ്ടാവും, 23 ലിങ്കേജ് ഗ്രൂപ്പ്സ് ഉണ്ടാവും. ഓക്കെ ആണല്ലോ മക്കളെ. നെക്സ്റ്റ് സ്ലൈഡ്സ്. യെസ്, ഇനി വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു സംഭവമാണ് എന്ത്, റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലിങ്കേജ് എന്താണെന്ന് എൻ്റെ മക്കൾ എന്തായാലും നോക്കിയിട്ട് പോകണം. അതുപോലെ തന്നെ നോക്കിയിട്ട് പോകേണ്ട ഒരു സാധനമാണ് എന്ത്, റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. രണ്ടും എന്താണ്, നമ്മുടെ F1 പ്രോജനീസിൽ വേരിയേഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങളാണ്. പക്ഷേ അതിനുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എഴുതി വെക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ റീകോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ ദ ഫിനോമിനൻ വേർ നോൺ പാരന്റൽ ജീൻ കോമ്പിനേഷൻസ് ആർ ഫോർമഡ് ഡ്യൂറിംഗ് ദ ഗ്യാമേറ്റ് ഫോർമേഷൻ ആസ് എ റിസൾട്ട് ഓഫ് ന്യൂ കോമ്പിനേഷൻസ് ഓഫ് ദ 2 സെറ്റ്സ് ഓഫ് പാരന്റൽ ജീൻസ് അല്ലേ. പാരന്റൽ ജീൻസിൻ്റെ, അതായത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്, നമ്മുടെ ക്രോസിംഗ് ഓവർ നടക്കില്ലേ സെൽ ഡിവിഷൻ്റെ സമയത്ത്. അപ്പോൾ എന്താണ്, നമ്മുടേതായിട്ടുള്ള എന്താണ് ജീൻ അല്ലാണ്ട് വേറെ കുറച്ചും കൂടി ആഡ് ചെയ്ത് വരാണ് അല്ലേ. അപ്പോൾ ഒരു പുതിയ കോമ്പിനേഷൻ അവിടെ വരാണ്, റീകോമ്പിനേഷൻ അവിടെ വരാണ്. അതാണ് എന്ത് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ലോങ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ഹോളി കളിക്കാറില്ലേ. അപ്പോൾ നിങ്ങൾ നീല കളറിൽ കുളിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക, നിങ്ങളുടെ കൂട്ടുകാരൻ പിങ്ക് കളറിൽ കുളിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നിങ്ങളുടെ നീല അങ്ങേരുടെയിലും ആവും, മറ്റേൻ്റെ എന്താണ് പിങ്ക് നമ്മളുടെയിലും ആവും അല്ലേ. അപ്പോൾ നമ്മൾക്ക് എന്താണ് പുതിയൊരു എന്താണ് കളറല്ലേ നമ്മളുടെ ബോഡിയിലോട്ട് വരണേ. ആ ക്രോസിംഗ് ഓവറിൻ്റെ സമയത്തും ഇതുപോലെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ എന്താണ് പുതിയ പാരൻറ്റിൻ്റേതല്ലാത്ത ഒരു കോമ്പിനേഷൻ നമ്മുടെ പ്രോജനീസിൽ വരാണ്. ആ ഒരു സംഗതിനെയാണ് എന്ത് വിളിക്കുന്നത്, സിംപ്ലി റീകോമ്പിനേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ റീകോമ്പിനേഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് പഠിച്ചു വെച്ച് പോവാം കേട്ടോ. നെക്സ്റ്റ് സ്ലൈഡ് സർ. യെസ്, റീകോമ്പിനേഷൻ ഓഫ് ലിങ്കഡ് ജീൻസ് ഒക്കർ ആസ് എ റിസൾട്ട് ഓഫ് ക്രോസിംഗ് ഓവർ. ആ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് സ്ലൈഡ് സർ. യെസ്, ഇനി നമുക്ക് എന്ത് ചെയ്യാം, മോർഗൻ്റെ എക്സ്പെരിമെൻറ്റ് നോക്കാം. അതായത് നമ്മൾ പറഞ്ഞു ഡ്രോസോഫില മെലനോഗാസ്റ്ററിലാണ് ഇദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് നടത്തിയത്. അതായത് ലിങ്കേജ് ആണ് ഇതിൻ്റെ ഈ ഒരു പ്രോജനീസിൽ കാണിക്കുന്ന വേരിയേഷന് കാരണം ഇദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഫിഗർ കണ്ടിട്ട് വരാം കേട്ടോ. ഫിഗർ കാണുന്നതിന് മുൻപേ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസും കൂടി നോക്കണം. നെക്സ്റ്റ് സ്ലൈഡ്സ്, അടുത്ത സ്ലൈഡ്. യെസ്, അതായത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്താണ്, ക്യാപിറ്റൽ ആർ എന്താണ് ഉദ്ദേശിക്കുന്നത്, സ്മോൾ ആർ എന്താണ് ഉദ്ദേശിക്കുന്നത്, ക്യാപിറ്റൽ വൈ എന്താണ് ഉദ്ദേശിക്കുന്നത്, സ്മോൾ വൈ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നമ്മൾ ആദ്യമേ പഠിച്ചിട്ടല്ലേ നമ്മൾ ആ ക്രോസ് വരയ്ക്കാനായിട്ട് പോവുക. അതുപോലെ തന്നെ നമ്മൾ ക്രോസ് കാണുന്നതിന് മുമ്പ് കുറച്ച് സംഗതികൾ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അതായത് ദ ബ്രൗൺ ബോഡി ജീൻ ആൻഡ് ദ റെഡ് ഡൈ ജീൻ വിച്ച് ആർ ദ നോർമൽ ട്രേറ്റ്സ് ഇൻ ഡ്രോസോഫില ആണ്. അതായത് നമ്മുടെ ഡ്രോസോഫില നമ്മുടെ കാഴ്ചയിൽ കാണുന്ന സ്വാഭാവികമായിട്ട് കാണുന്ന നാച്ചുറലി കാണുന്ന കാര്യമാണ് എന്ത്, ബ്രൗൺ ബോഡിയും അതുപോലെ തന്നെ ചുവന്ന കണ്ണും. ഇനി ദ വൈൽഡ് ടൈപ്പ് ജീൻസ് ആർ ലിങ്കഡ് ആൻഡ് ബിലോങ് ടു ദ സെയിം ലിങ്കേജ് ഗ്രൂപ്പ്. അപ്പോൾ എന്താണ്, നോർമലായിട്ട് കാണുന്നതിനെയാണ് എന്ത് പറയുക, നമ്മൾ വൈൽഡ് ടൈപ്പ് എന്ന് പറയുക. അപ്പോൾ ഇതെന്താണ്, ഇത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഇനി സിമിലർലി ദ യെല്ലോ ബോഡി കളേർഡ് ആൻഡ് ദ വൈറ്റ് ടൈപ്പ് ജീൻസ് അല്ലേ, നമ്മളെന്താണ് നോർമലി ഇത് കുറച്ചും കൂടി വേറിട്ട് നിൽക്കുന്നതാണ് അല്ലേ. യെല്ലോ ബോഡി മറ്റടുത്ത് ബ്രൗൺ ആയിരുന്നു, മറ്റടുത്ത് റെഡ് ഐ ആണെങ്കിൽ ഇവിടെ എന്ത് ഐ ആണ്, വൈറ്റ് ഐ ആണ്. ഇത് കുറച്ചും കൂടി മ്യൂട്ടൻ്റ് ആയിട്ടുള്ള ജീൻസ് ആണ് ഉള്ളത് ഇവർക്ക്. അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു വേരിയേഷൻ കാണിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്, നമ്മൾ ഇങ്ങനെയുള്ള 2 ആൾക്കാരെ 2 ഈച്ചകൾ എടുത്തിട്ട് ക്രോസ് ചെയ്യിപ്പിക്കാനായിട്ടാണ് നമ്മളെ ആര് പോകുന്നത്, നമ്മളുടെ മോർഗൻ പോയത്. മോർഗൻ അങ്ങനെ ക്രോസ് ചെയ്ത് നോക്കിയപ്പോൾ എന്താണ്, നമുക്ക് പ്രോജനീസ് കിട്ടിയല്ലേ. എന്നിട്ട് അവരെ വീണ്ടും എന്ത് ചെയ്യാണ്, സെൽഫ് പോളിനേഷൻ അല്ല, അവരെ അതുപോലെ തന്നെയുള്ള വേറൊരാളെ എടുത്തിട്ട് എന്താണ് പോളിനേറ്റ് ചെയ്യുമ്പോൾ, ഇവിടെ പോളിനേഷൻ അല്ല, ഇവിടെ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മേറ്റ് ചെയ്തിട്ട് കുട്ടികൾ ഉണ്ടാക്കുകയാണ് അല്ലേ. നമ്മൾ ഡ്രോസോഫില മെലനോഗാസ്റ്ററിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ മേറ്റ് ചെയ്യിച്ചപ്പോൾ കുറേയധികം പ്രോജനീസ് ഉണ്ടാവാണ്. ആ പ്രോജനീസും പാരന്റ് ടൈപ്പും തമ്മിലുള്ള വ്യത്യാസവും അതുപോലെ തന്നെ എന്താണ് വ്യത്യാസത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താ പറയുക സർ, വ്യത്യാസം, അതുപോലെ തന്നെ അവർ തമ്മിലുള്ള സിമിലാരിറ്റി.
അത് നോക്കുമ്പോൾ എന്താണ് കണ്ടത്? പാരൻ്റൽ ടൈപ്പാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ റീകോമ്പിനൻസിൽ കാണുന്നത്. ആ ഒരു എന്താണ് റീകോമ്പിനൻ്റ് ടൈപ്പ് വരുന്നതാണെങ്കിൽ എന്താ പാരൻ്റൽ കോമ്പിനേഷനേക്കാളും വളരെയധികം കുറവാണ് കേട്ടോ. അതാണ് ഇവിടെ ആ ഒരു പെർസെൻറ്റേജിൽ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഫിഗർ നോക്കിയാലോ സർ? യെസ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫിഗർ. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ലോങ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യുക, നിങ്ങൾ അത് പോയിട്ട് വേഗം ഒന്ന് പോയി കാണട്ടോ മക്കളെ. അപ്പോൾ ഇവിടെ വൈൽഡ് ടൈപ്പും മ്യൂട്ടൻ ടൈപ്പും നമ്മൾ ക്രോസ് ചെയ്യിക്കുകയാണ്. അപ്പോൾ എന്താണ് വൈൽഡ് ടൈപ്പിൽ നിന്ന് സിമിലർ ആയതുകൊണ്ട് തന്നെ ഒരൊറ്റ ഗ്യാമേറ്റ് ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ എന്താണ് മ്യൂട്ടൻ ടൈപ്പിൽ 2 എണ്ണം ഉണ്ടാവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ ക്രോസ് ചെയ്യിക്കുമ്പോൾ എത്രയാണ്? പാരൻ്റൽ ടൈപ്പാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത്. റീകോമ്പിനൻ്റ് ടൈപ്പ് എന്താണ് കുറച്ച് കുറവായിരുന്നു. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് റീകോമ്പിനൻ്റ് ടൈപ്പ് കുറച്ച് കൂടിയിട്ടുണ്ട്. പക്ഷേ എന്നാലും പാരൻ്റൽ ടൈപ്പ് തന്നെയല്ലേ ഏറ്റവും കൂടുതൽ നിൽക്കണേ. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജീനിലുള്ള നമ്മൾ പറഞ്ഞില്ലേ ബ്രൗൺ ഐയും അതുപോലെ തന്നെ റെഡ് ഐയും ബ്രൗൺ ബോഡി കളറും. ഇത് ബ്രൗൺ ബോഡി കളറാണ്, ഇത് റെഡ് ഐ ആണെന്ന് വിചാരിക്കുക. ഈ ജീനുകൾ നമ്മുടെ ക്രോമസോമിൽ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്യാമേറ്റ് ഫോർമേഷൻ്റെ സമയത്ത് എന്താണ് ഇവർ ഗ്യാമേറ്റ്സിലോട്ട് കയറണ്ടേ. അങ്ങനെ കയറുമ്പോൾ ഇവർ ഒരുമിച്ചാണ് കയറാം. അപ്പോൾ എന്താണ് ബ്രൗൺ ബോഡിയും അതുപോലെ തന്നെ റെഡ് ഐയും എപ്പോഴും എന്തായിരിക്കും ഒരുമിച്ച് ആ ഒരു എന്താണ് പ്രോജനിയിൽ എക്സ്പ്രസ് ചെയ്യിക്കും. ഇവരൊരിക്കലും സെപ്പറേറ്റ് ആവത്തില്ല. അതുകൊണ്ടാണ് എന്ത് ബ്രൗണും റെഡും അല്ലേ പാരൻ്റ്, അതേപോലെ തന്നെ പ്രോജനീസിലും കാണാനായിട്ട് പറ്റിയത്. അപ്പോൾ എന്താണ് രണ്ടാമത്തെ കേസ് വന്നപ്പോഴത്തേനും മ്യൂട്ടൻറ്റിൻ്റെ എന്താണ് അളവ് കൂടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ആ ഒരു ലിങ്കിങ് എന്ത് പറയാം അത്ര ടൈറ്റൻ അല്ല, ഇച്ചിരി ലൂസാണെന്ന് പറയാം. ഫസ്റ്റ് കേസിലാണെങ്കിൽ ഇവർ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. സെക്കൻഡ് കേസിൽ വരുമ്പോൾ ഇവർ തമ്മിൽ എന്താണ് കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും. ആ ഒരു ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ടാണ് അവിടെ റീകോമ്പിനേഷനുള്ള സാധ്യത വന്നതും. റീകോമ്പിനൻസിൻ്റെ എണ്ണം പാരൻ്റൽ ടൈപ്പിനെ വെച്ചിട്ട് എന്താണ് കൂടുതലല്ല എങ്കിലും ഫസ്റ്റ് ക്രോസിനെ അപേക്ഷിച്ച് ഇവിടെ കൂടുതലാണെന്ന് പറയാനായിട്ട് കാരണം കേട്ടോ. ഓക്കെ ആണോ മക്കളെ? യെസ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ കൺക്ലൂഷനും കൂടി നോക്കിയിട്ട് പോവാം കേട്ടോ. നെക്സ്റ്റ് സ്ലൈഡ്സ്. അതായത് ഇൻ എ ഡൈ ഹൈബ്രിഡ് വെൻ 2 genes are located on the same chromosome they tend to remain together without segregating independently. അല്ല ഇവർ ഒരുമിച്ചാണ് ഇരിക്കണമെങ്കിൽ എന്ത് പറ്റില്ല, ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ഗ്യാമേറ്റ് ഫോർമേഷൻ്റെ സമയത്ത് പോകാനായിട്ട് പറ്റത്തില്ല. അതാണ് കേട്ടോ ആ പോയിന്റ് പറയണേ. ഫ്രം ദ എബോവ് 2 crosses he concluded that some linked genes are more tightly linked whereas എന്താണ് സം എന്തായിരിക്കും ലൂസ്ലി സെഗ്രിഗേറ്റ് അല്ലെങ്കിൽ ലൂസ്ലി അറേഞ്ച്ഡ് ആയിരിക്കും അല്ലേ. അതാണ് നേരത്തെ പറഞ്ഞു കേട്ടോ. ആദ്യത്തെ കേസിൽ അവർ രണ്ടുപേരും നല്ല അടുപ്പിച്ച് നല്ല ടൈറ്റ് ആയിട്ടാണ് ഇരിക്കണമെങ്കിൽ രണ്ടാമത്തിൽ വരുമ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ടുണ്ട്. ആ ലൂസാണ് എന്തായത് റീകോമ്പിനൻസിൻ്റെ എണ്ണം കൂട്ടാനായിട്ട് കാരണമായിട്ട് കേട്ടോ. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതി വയ്ക്കാനായിട്ട് പഠിക്കുക. അത് തന്നെ എക്സാമിന് എഴുതുക കേട്ടോ. ഇത് തന്നെ പഠിച്ചിട്ട് പോകണമെന്ന് ഒരു നിർബന്ധമില്ല. ഐഡിയ മാത്രം നിങ്ങളുടെ ആൻസറിൽ കണ്ടാൽ മതി. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് സർ. ഇനി ലിങ്കേജ് പ്രൊവൈഡ്സ് ദ എവിഡൻസ് ഫോർ ദ ക്രോമസോമൽ തിയറി വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ജീൻസ് ആർ ലീനിയർലി അറേഞ്ച്ഡ് ഓൺ ക്രോമസോം അല്ലേ. ക്രോമസോം തിയറിയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ക്രോമസോമിൽ എന്താണ് നമ്മുടെ ജീനുകൾ ലീനിയർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്നിങ്ങനെ നിരത്തിയാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതിനെ എന്ത് ചെയ്യാണ് നമ്മുടെ ലിങ്കേജ് എന്ന് പറയുന്ന ലിങ്കേജ് കൊണ്ട് ആ ഒരു പറഞ്ഞ കാര്യത്തെ ശരിവെക്കുകയാണ് ഇവിടെ. ഇനി ലിങ്കേജ് ജീൻസ് ഡു നോട്ട് ഷോ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് അല്ലേ. അവരൊരിക്കലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പോകുന്നത് ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് പോകുന്നത് അല്ലേ. മറ്റവൻ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ അവൻ്റെ പുറകെ പോവുകയാണ് നമ്മുടെ ലിങ്കേജിൻ്റെ കേസിൽ. ടൈറ്റ്ലി ലിങ്ക്ഡ് ജീൻസ് ഷോ ലിറ്റിൽ ഓർ നോ ക്രോസിങ് ഓവർ. നമ്മൾ കണ്ടില്ലേ ഫസ്റ്റ് ക്രോസിൽ അവർ അടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യുന്നില്ല, സെപ്പറേറ്റ് ആയിട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് നടക്കില്ല, ക്രോസിങ് ഓവർ നടക്കില്ല, അല്ലെങ്കിൽ നടന്നാൽ തന്നെ വളരെ കുറവായിരിക്കും. ഇനി ലൂസ്ലി ലിങ്ക്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലോ കുറച്ചും കൂടി കൂടുതൽ അവിടെ റീകോമ്പിനൻസ് വരാനുള്ള സാധ്യതയുണ്ട്, ക്രോസിങ് ഓവർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് സ്ലൈഡ് റിമൂവ് ചെയ്യാം സർ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത് നമ്മളുടെ മെൻ്റൽ കഴിഞ്ഞിട്ട് എന്താണ് 3 സയൻറ്റിസ്റ്റുകൾ വന്നായിരുന്നു. ഹ്യൂഗോ ഡീബ്രിസും അതുപോലെ തന്നെ വോൺ ടച്ച്മാർക്കും പിന്നെ വേറൊരു ചേട്ടനും കൂടി വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറയുകയാണ്, നമ്മുടെ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്തായാലും തന്നെ മക്കൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് തന്നെ പോകണം. അത് കഴിഞ്ഞിട്ട് വന്നൊരു കാര്യമാണ് എന്ത്, നമ്മുടെ മോർഗൻ്റെ എക്സ്പെരിമെൻറ്റ്. മോർഗൻ എന്താണ് എക്സ്പെരിമെൻറ്റിലൂടെ കണ്ടെത്തിയത്, ലിങ്കേജ് ആണ്. എന്താണ് ലിങ്കേജ് എന്ന് പഠിക്കുക, എന്താണ് റീകോമ്പിനൻസ് എന്ന് പഠിക്കുക, എന്താണ് ലിങ്കേജും റീകോമ്പിനൻസും, അല്ലെങ്കിൽ മോർഗൻ നടത്തിയ ക്രോസിൽ എന്തുകൊണ്ടാണ് പാരൻ്റൽ ടൈപ്പ് കൂടാൻ കാരണമെന്നും പഠിച്ചു വയ്ക്കുക കേട്ടോ. എന്തായാലും ചോദിക്കും മക്കളെ, എന്തായാലും പഠിച്ചിട്ട് തന്നെ പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പെറുക്കി പഠിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.